ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ പരിശോധിക്കുന്നത് ഒരു ഡ്രൈവിങ്ങിൽ ഒരു ഫ്രീ റോഡിലൂടെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഇതൊരു ഫ്രീ റോഡാണ്. ഇവിടെ നമുക്കറിയാം ഒരുപാട് ലൈനുകളുണ്ട്, ഒരു 5-6 ലൈനുകളുണ്ട്. അപ്പോൾ 5-6 ലൈനുകളുള്ള ഒരു റോഡിൽ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് മിക്കവാറും 100 കിലോമീറ്റർ, 110, 120 ഇങ്ങനെയൊക്കെ ആയിരിക്കും. സോ ഇപ്പോൾ ഇവിടെ തന്നെ ഒരു 4 ലൈനുണ്ട്, ചില സമയത്ത് 6 ലൈൻ ആവുന്നുണ്ട്. സോ ഈ റോഡിൽ നമുക്ക് സ്പീഡ് ലിമിറ്റ് ഏകദേശം നമുക്ക് 100 ഒക്കെ ആയിരിക്കും. സോ ഈ 100 ഉള്ള റോഡിൽ നമ്മൾ ഓടിക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് റൈറ്റ് മോസ്റ്റ് ലൈനിൽ മിക്കവാറും ഹെവി വാഹനങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ഓവർടേക്ക് ചെയ്യാനായിട്ട് നമുക്ക് ലെഫ്റ്റ് ലൈൻ യൂസ് ചെയ്യാം. ഒരിക്കലും നിങ്ങൾ റൈറ്റ് സൈഡ് ലൈനിലൂടെ ഓവർടേക്ക് ചെയ്യരുത്. പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഈ സൈൻ ബോർഡുകളുണ്ട്. സൈൻ ബോർഡുകൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. എക്സിറ്റ് വരുന്നുണ്ടായിരിക്കും മുന്നേ. അപ്പോൾ ഈ വരുന്ന എക്സിറ്റുകളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം. ഒരുപാട് മുന്നേ കൂട്ടി നമ്മൾ ലൈൻ ഡിസിപ്ലിനായിട്ട് ലൈൻ ചേഞ്ച് ചെയ്താൽ മാത്രമേ ഇതുപോലുള്ള ഒരു ഫ്രീ വേയിൽ നമുക്ക് സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കാര്യം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് ലൈനിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് അടുത്ത വരുന്ന റൈറ്റ് എക്സിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ റാഷിദിക്ക് പോകാനുള്ള ഒരു എക്സിറ്റ് ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു എക്സിറ്റ് ആണ്. നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് ലൈനിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു എക്സിറ്റ് എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും ഒരു സെൻറ്റർ ലൈനൊക്കെ കീപ്പ് ചെയ്ത് ഡ്രൈവ് ചെയ്യുക. സെൻട്രൽ ലൈൻ കീപ്പ് ചെയ്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് റൈറ്റ് സൈഡ് എക്സിറ്റുകൾ വരുമ്പോൾ ആ ബോർഡ് മുന്നേ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് ലൈൻ റൈറ്റിലോട്ട് ചേഞ്ച് ചെയ്ത് നമുക്ക് ആ എക്സിറ്റ് എടുക്കാൻ സാധിക്കും. കാര്യം ഒരുപാട് എക്സിറ്റുകൾ വരും. നമുക്ക് ഓരോ സ്ഥലത്തേക്ക് കട്ട് ചെയ്ത് പോകാനായിട്ടുള്ള എക്സിറ്റുകൾ വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ആ ലൈൻ ചേഞ്ച് ചെയ്യേണ്ട ഒരു കൺവീനിയൻസിന് വേണ്ടി നമ്മൾ ഓടിക്കുമ്പോൾ ആ ഒരു സെൻട്രൽ ലൈനൊക്കെ കീപ്പ് ചെയ്ത് പോവുക. പിന്നെ ഇവിടെ നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സെൻട്രൽ മിറർ, ലെഫ്റ്റ് സൈഡ് മിറർ, നമ്മുടെ ഷോൾഡർ ബ്ലൈൻഡ് സ്പോട്ട് ചെക്ക് ചെയ്ത് നമ്മൾ പ്രോപ്പറായിട്ട് ഇൻഡിക്കേറ്റർ കൊടുത്ത് നമ്മൾ സ്പീഡ് കൺട്രോൾഡ് കൺട്രോൾ ചെയ്ത് വേണം ലൈൻ ചേഞ്ച് ചെയ്യാനായിട്ട്. സോ ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ ബ്ലൈൻഡ് സ്പോട്ട് ചെക്ക് ചെയ്യാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം മിസ്റ്റേക്സ് സംഭവിക്കാൻ സാധ്യതയുണ്ട്, ആക്സിഡൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഇവിടെ വരുന്നത് സ്പീഡാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഫൈൻ കിട്ടാൻ സാധ്യതയുള്ളത് ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാതെ ലൈൻ ചേഞ്ച് ചെയ്താൽ അതിന് ഫൈൻ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഓവർ സ്പീഡിങ് ഫൈൻ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ ടെയിൽ ഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലുള്ള പ്രോപ്പർ എക്സിറ്റിൽ നമ്മൾ ആ ലൈനിൽ നിന്ന് അല്ലാതെ നമ്മൾ ജസ്റ്റ് കുത്തിക്കയറി അങ്ങനെ നമ്മൾ പോവുകയാണെങ്കിൽ ഫൈൻ കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെ എനിക്ക് ഇപ്പം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് എടുക്കണം. ഇവിടെ നിങ്ങൾക്ക് ബോർഡ് മുന്നിൽ വരുന്നുണ്ട്, ഇവിടെ കാണിക്കുന്നുണ്ട് കറക്റ്റാ ഏത് ലൈനുകളൊക്കെയാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലേക്ക് പോകുന്നതെന്ന് ഇവിടെ അറിയാം. സോ അതനുസരിച്ച് കൊണ്ട് നമ്മൾ ഈ ബോർഡ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളുടെ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് ആ ലൈനുകൾ എടുക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ മുന്നോട്ട് ട്രാഫിക് ഉണ്ട്. സോ ട്രാഫിക് ഉള്ളത് കാരണം നമ്മൾ ഓരോ വണ്ടിയുടെയും പിറകെ പ്രോപ്പർ ലൈനിൽ നിന്ന് വേണം നമ്മൾ പോകാനായിട്ട്. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഫൈൻ കിട്ടാൻ സാധ്യതയുണ്ട്. ലൈൻ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഫൈൻ കിട്ടാൻ സാധ്യതയുള്ളതാണ്. നമ്മൾ കുത്തിക്കയറാനായിട്ട് പാടില്ല. ഒരു ക്യൂ ആയിട്ട് ഒരു സ്ഥലത്തേക്ക് ക്യൂ കിടക്കുകയാണെങ്കിൽ ആ ക്യൂ കിടക്കുന്ന ഇടയിലുള്ള വണ്ടിയുടെ ഇടയിലോട്ട് നമ്മൾ കയറാൻ പാടില്ല. അപ്പോൾ ആ കാര്യവും നിങ്ങൾ പ്രധാനമായിട്ടും ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഞാൻ രണ്ടാമത്തെ കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്പീഡാണ്. സ്പീഡ് നമ്മൾ ശ്രദ്ധിക്കണം. സ്പീഡ് നമ്മൾ ഇപ്പോൾ എല്ലാ ദുബായ് റോഡുകളിലൊക്കെ നമുക്ക് സാധാരണയായിട്ട് പിന്നെ റോഡ് സ്പീഡ് സൈൻ ബോർഡിലുള്ള സ്പീഡിനെ കാട്ടി നമുക്ക് 10 അല്ലെങ്കിൽ 20 കിലോമീറ്റർ ഗ്രേസ് കിട്ടും. പക്ഷേ മറ്റുള്ള എമിറേറ്റുകളിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ഗ്രേസ് ഉണ്ടാവില്ല. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം.
പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഞാനിപ്പം ഷേഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലോട്ടാണ് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ റോഡിൽ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡ്രാഗൺ മാർട്ട് പോവാം. ഇവിടെ റൈറ്റ് സൈഡിൽ ഷേഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ്, അബുദാബിക്കും പോവാം, ഷാർജയ്ക്കും പോവാം. അപ്പോൾ ഈ 2 ലൈനാണ് പോകുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ റോഡ് മാർക്കിങ്ങും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ആ ലൈനിൽ നിന്ന് തന്നെ പോവുക. ഇവിടെ നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് ലൈനിൽ എന്താ നിന്നത് കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഷാർജയ്ക്കാണ് പോകാനുള്ളത്. അപ്പോൾ അബുദാബിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ റൈറ്റ് മോസ്റ്റ് ലൈനിലോ അല്ലെങ്കിൽ സെൻട്രൽ ലൈനിലോ നിന്നേനാം. ഇപ്പം എനിക്ക് ഷേഖ് മുഹമ്മദ് സയ്യിദ് റോഡിൽ ഷാർജയാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ലെഫ്റ്റ് മോസ്റ്റ് ലൈൻ എടുത്തത്. അപ്പോൾ അവിടെ റോഡ് മാർക്കിംഗ് ഉണ്ടായിരിക്കുക, ഈ ലൈൻ മുന്നോട്ടും പോകാം റൈറ്റിലോട്ടും പോകാം. സോ ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ പ്രധാനമായിട്ട് വരുമ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അധികമായിട്ട് ട്രാഫിക് കാണാറുണ്ട്. അതുപോലെ തന്നെ ഹെവി വാഹനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ കാര്യങ്ങളും ഒക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യുക. പിന്നെ നമുക്ക് ദുബൈയെ സംബന്ധിച്ച് നമ്മളുടെ സൈൻ ബോർഡുകൾ നമ്മൾ നോക്കി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ മാപ്പോ അല്ലെങ്കിൽ മറ്റുള്ള ഡയറക്ഷൻ ആപ്ലിക്കേഷൻസിൻ്റെ ഒന്നും സഹായമില്ലാതെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഓരോ സ്ഥലങ്ങളിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. അത്രയ്ക്കും നമുക്ക് ക്ലിയർ ആയിട്ടാണ് ഇവിടെ സൈൻ ബോർഡുകൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ആ റോഡിൽ നിന്ന് കട്ട് ചെയ്ത് വന്നിട്ട് നമ്മൾ ഇവിടെ ഷേഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലോട്ട് നമ്മൾ എൻട്രി ചെയ്യുകയാണ്. സോ എൻട്രി ചെയ്യുമ്പോൾ ഞാൻ ഈ വന്ന ലൈനിൻ്റെ ലെഫ്റ്റ് മോസ്റ്റ് ലൈനിൽ തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം ഇവിടെ വന്നിട്ട് ഈ റോഡ് ഈ ഷേഖ് സയ്യിദ് ബിൻ മുഹമ്മദ് റോഡിലോട്ട് മെർജ് ചെയ്യുകയാണ്. ഇവിടെ മെർജ് ചെയ്യുമ്പോൾ ട്രാഫിക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ അതിൻ്റെ റോഡിൻ്റെ സ്പീഡ്, നമ്മൾ വരുന്ന റോഡ് നമുക്കിപ്പം 80 കിലോമീറ്റർ ആണെങ്കിൽ നമുക്ക് ഈ റോഡിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 120 ആണ്. സോ 110 ആണിപ്പോൾ. 120 ആയിരുന്നു, ഇപ്പോൾ 110 ആണ്. അപ്പോൾ ഇവിടെ ഒരു മിനിമം സ്പീഡ് ഉണ്ട്, 60 കിലോമീറ്റർ മിനിമം സ്പീഡ്. അപ്പോൾ 60 കിലോമീറ്റർ സ്പീഡിൽ നിന്ന് നമ്മൾ താരാനായിട്ട് പാടില്ല, എന്നാലും ഫൈൻ ഉണ്ട്. അപ്പോൾ റഡാർ ഫൈൻ ആവും. പിന്നെ അതുപോലെ തന്നെ 110 ആണ് ഇവിടുത്തെ, 110 ആണ് ഇവിടുത്തെ മാക്സിമം സ്പീഡ്. അപ്പോൾ ദുബൈയെ സംബന്ധിച്ച് 20 ഗ്രേസ് ഉള്ളത് കൊണ്ട് നമുക്ക് 130 വരാം, 30ക്ക് ഉള്ളിൽ നമുക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ എല്ലാം നല്ല റഷാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ റൈറ്റ് മോസ്റ്റ് ലൈൻ പിടിച്ചു പോയി കഴിഞ്ഞാൽ ആ റൈറ്റ് മോസ്റ്റ് ലൈനുകൾ ചിലപ്പം റൈറ്റിലോട്ട് എക്സിറ്റ് ആയി പോവും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മിഡിൽ ലൈനുകൾ എടുക്കുന്നത്. ഒരു സെൻട്രൽ ലൈനൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് സേഫായിട്ട് റൈറ്റിലോട്ട് എക്സിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ആവാൻ സാധിക്കും. അതുപോലെ തന്നെ ലെഫ്റ്റിലോട്ട് നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഒരു ഫ്രീ വേയിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇവിടെ നമുക്ക് ലൈസൻസ് കയ്യിലുണ്ട് എന്ന് കരുതി നമ്മൾ സേഫ്റ്റി ആയിട്ട് വാഹനം ഓടിച്ചാൽ മാത്രമേ നമുക്ക് ഫൈൻ കൊടുക്കാതെ നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ എല്ലാവരും സേഫ്റ്റി ആയിട്ട് ഓടിക്കുക, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നമ്മൾ ഡ്രൈവ് ചെയ്യുക. നന്ദി, നമസ്കാരം.